ഒരു ഗ്രാമത്തിൽ വൃദ്ധനായ ഒരു കർഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹം മക്കൾക്കായി ഒരു വിൽപത്രം തയ്യാറാക്കി. അതിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു: തന്റെ സമ്പാദ്യത്തിന്റെ പകുതി മൂത്ത മകനും, മൂന്നിലൊന്ന് രണ്ടാമത്തെ മകനും, ഒമ്പതിലൊന്ന് മൂന്നാമത്തെ മകനും അർഹതപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം മക്കൾ വിൽപത്രം പരിശോധിക്കുകയും ആകപ്പാടെ അങ്കലാപ്പിലാവുകയും ചെയ്തു. കാരണം കർഷകനുണ്ടായിരുന്നത് 17 ആനകളായിരുന്നു. ഈ 17 ആനകളെ എങ്ങനെ പകുതിയായി വീതം വയ്ക്കും? എങ്ങനെ മൂന്നിലൊന്നായി വീതം വയ്ക്കും? എങ്ങനെ ഒമ്പതിലൊന്നായി വീതം വയ്ക്കും? മക്കൾ തമ്മിൽ പ്രശ്നങ്ങളായി, സംഘർഷമായി. അപ്പോൾ അതുവഴി കർഷകന്റെ സുഹൃത്തും ഗ്രാമത്തിലെ ജ്ഞാനിയായ ഒരാളും എത്തിച്ചേർന്നു. അദ്ദേഹം ഇതിനൊരു പരിഹാരം അവരോട് നിർദ്ദേശിച്ചു. അതായത്, ഞാൻ എൻ്റെ ഒരു ആനയെ കൂടി നിങ്ങൾക്ക് നൽകാം. അപ്പോൾ ടോട്ടൽ 18 ആനകളാകുമല്ലോ. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുമല്ലോ. അവർ അതുവഴി 18 ആനകളുടെ പകുതി 9 ആന മൂത്ത മകനും, 18 ആനകളുടെ മൂന്നിലൊന്ന്, അതായത് 6 ആന രണ്ടാമത്തെ മകനും, 18 ആനകളുടെ 9-1 ആയ 2 ആനകളെ മൂന്നാമത്തെ മകനും ഓഹരികളായി ലഭിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾ നിങ്ങളുടെ ആനകൾ എത്രയുണ്ടെന്ന് കൂട്ടി നോക്കാൻ പറഞ്ഞു. ഒന്നാമത്തെ മകന് ലഭിച്ച 9 ആനകളും രണ്ടാമത്തെ മകന് ലഭിച്ച 6 ആനകളും മൂന്നാമത്തെ മകന് ലഭിച്ച 2 ആനകളും കൂട്ടിയപ്പോൾ ലഭിച്ചത് 17 ആനകൾ. ശരി, ഇനി ഞാൻ എൻ്റെ ആനയെ തിരിച്ചു കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം 18ാമതായി അദ്ദേഹം കൊടുത്ത ആനയുമായി അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു യുക്തിയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത്, നിലവിലുള്ള പ്രശ്നത്തിന്റെ അതേ തലത്തിൽ നിന്നുകൊണ്ട് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുകയല്ല അദ്ദേഹം ചെയ്തത്. പകരം അദ്ദേഹം പുറത്തുനിന്ന് ഒരു എക്സ്റ്റേർണൽ ചിന്ത ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്തത്. ഒരു ചെറിയ സഹായം, അതായിരുന്നു അദ്ദേഹത്തിന്റെ 18ാമത്തെ ആന. അതായത്, പരിഹരിക്കാൻ കഴിയാതിരുന്ന വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നം വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതാണ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. നമ്മൾ പലപ്പോഴും പ്രശ്നത്തിൽ അകപ്പെട്ടു പോകുമ്പോൾ ആ പ്രശ്നത്തിന്റെ ഉള്ളിൽ നിന്നും അതിനെ നോക്കിക്കാണാൻ ശ്രമിക്കും. അയ്യോ, ഞാൻ ഇതെങ്ങനെ പരിഹരിക്കും, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ എന്ന് നമ്മൾ പരിതപിക്കും. എന്നാൽ അതിന് പരിഹാരം കാണണമെങ്കിൽ നമ്മൾ ഒരു ചുവട് പിന്നോട്ട് വെക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ എനിക്ക് എന്താണ് പുതുതായി കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നത്? ഏത് പുതിയ ആശയം കൊണ്ടുവന്നാൽ എനിക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും? ആരുടെ സഹായം തേടിയാൽ എനിക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും? നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുമ്പോൾ നമുക്ക് പരിഹാരമായി എത്തേണ്ടത് ഈ 18ാമത്തെ ആനയാണ്. ഒരുപക്ഷെ അതൊരു പുതിയ അറിവായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ഗുരുവിന്റെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിന്റെ സാന്നിധ്യമായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഇതുവരെ കാണാൻ